So good day everyone. Welcome to Pathways IAS Academy. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 വന്നിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റ് ആണ്. അഥവാ 2022 പ്രിലിംസും PC പ്രിലിംസും അതുപോലെ തന്നെ 2023 നമ്മളെല്ലാവരെയും പേടിപ്പിച്ച വിറപ്പിച്ച 2023 UPC പ്രിലിംസിലും വന്നിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റിനെ കുറിച്ചാണ് ചോദ്യം. നമുക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. നമ്മളാരും 2023 പ്രിലിംസിനെ നോക്കിയിട്ട് അത് ഭയങ്കര പാടായിരുന്നു, നമ്മളാരും ഇനി UPC അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, UPC തന്നെ മുഴുവൻ പാറ്റേൺ മാറ്റി എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ചോദ്യത്തിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കപ്പുറം ക്വസ്റ്റ്യൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഡിഫിക്കൽട്ട് ആവുമ്പോൾ എല്ലാവർക്കും ഡിഫിക്കൽട്ട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും വളരെ താഴെ മാത്രമേ കട്ട് ഓഫ് ഉണ്ടാവും. ഒരുപക്ഷെ ഒരു 80-82 എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കട്ട് ഓഫ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഡിഫിക്കൽട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഭാവിയിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആണല്ലോ എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലാതെ UPC ഡിഫിക്കൽട്ടി കൂട്ടി അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും ഒരിക്കലും അർത്ഥമില്ല. സോ പാറ്റേൺ ഷിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ക്വസ്റ്റ്യനുകളിൽ വന്നിട്ടുള്ള അതിൻ്റെ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കപ്പുറം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആസ് ഐ സെഡ്, എക്കണോമി ആണെങ്കിലും എൻവയോൺമെൻറ്റ് ആണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി ആയിക്കോട്ടെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് ആയിക്കോട്ടെ, എല്ലാം സിമിലർ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ വെൽക്കം വൺസ് അഗെയിൻ ടു അനദർ സെഷൻ ഓഫ് Pathways Academy. അണ്ടർ Pathways Academy. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാറ്റേൺ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ പ്രധാനമായിട്ടും വന്നിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മളിവിടെ സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2019 തൊട്ട് 2023 വരെയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2019 ചോദ്യങ്ങൾ കാണാം, 2020, 21, 22, 23, അതായത് 5 വർഷത്തിൻ്റെ ഓരോ സബ്ജക്ട്സും, എസ്പെഷ്യലി എക്കോണമി, എൻവയോൺമെൻറ്റ്, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്, മോഡേൺ ഇന്ത്യ, ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സിലും എത്ര വിധങ്ങൾ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എക്കോണമിയിൽ നിന്ന് 10 ചോദ്യങ്ങൾ മാത്രമാണോ വന്നിട്ടുള്ളത്? ഏൻഷ്യൻറ്റിൽ നിന്ന് 20 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? എന്നൊക്കെയാണല്ലോ നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്കോണമിയുടെ കേസിൽ തന്നെ നമുക്ക് ആദ്യം നോക്കാം. എല്ലാ വർഷവും എക്കോണമി നമ്മൾ നോക്കുമ്പോൾ 2019 22 ചോദ്യങ്ങൾ കാണാൻ പറ്റും. 20 16, 21 16, 22 19, 23 14. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ വർഷവും അറൗണ്ട് ഒരു 15 to 20 ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ചോദ്യങ്ങൾ നിന്നിട്ടുള്ളത്. 2023 നോക്കുമ്പോൾ 14ഓളം ചോദ്യങ്ങൾ, അതായത് എക്കോണമിയോട് കൂറുപുറത്തുന്ന രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ 22, 16, 20, 16, 18. എല്ലാ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15നും 20നും ഇടയ്ക്ക് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു വർഷവും 18 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പൊളിറ്റിയിലേക്ക് വരുമ്പോഴും 13, 17, 18, 10, 14. ഇവിടെയും 10 to 20യുടെ ഇടയ്ക്ക് തന്നെയാണ് ചോദ്യങ്ങൾ നിൽക്കുന്നത്. 14 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും എല്ലാ വർഷവും സയൻസ് ആൻഡ് ടെക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുറവ് വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ എന്നാൽ ആ ഒരു കുറവ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം SNTക്ക് നമുക്ക് പ്രത്യേകിച്ചും NCERTകളോ അല്ലെങ്കിൽ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സുകളായിട്ടോ നമുക്കൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് SNTയുടെ കാര്യത്തിൽ നമുക്കങ്ങനെ NCERTകളോ അഥവാ സ്റ്റാൻഡേർഡ് ബുക്കുകളോ നമുക്കൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന ബുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന ബുക്ക് മാറ്റി വെക്കണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാനൊന്നും പുസ്തകങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഠിക്കേണ്ട രീതിയിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റ് സീരീസിൻ്റെ എണ്ണത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എണ്ണം കുറക്കാവുന്നതാണ് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. എന്നാൽ പാറ്റേൺ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മോഡേൺ ഹിസ്റ്ററിയുടെ കാര്യത്തിലാണ്. മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ 2019 7 ചോദ്യങ്ങൾ ചോദിച്ചു, 2020 9 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് മോഡേൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ വളരെയധികം കുറയുന്നതാണ്.
അതായത് 2020 9 ചോദ്യങ്ങൾ വന്നതിന് ശേഷം പിന്നീട് 2021 അത് 7 മാറുന്നു. 2022 വെറും 4 ചോദ്യത്തിലേക്ക് പോകുന്നു. 2023 വരുമ്പോഴോ വെറും 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് വരുമ്പോഴോ എല്ലാ വർഷവും 5, 3, 7, 5, 6. അതായത് എല്ലാ വർഷവും ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ബിറ്റ്വീൻ ഒരു 5 to 7 അല്ലെങ്കിൽ ഒരു 3 to 7 ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആർട്ട് ആൻഡ് കൾച്ചറിലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഏൻഷ്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലോ 3, 6, 3, 2022 1, 2022 4 കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെയില്ല. അഗ്രികൾച്ചറിന്റെ കാര്യമാണെങ്കിലും 2020 12 ചോദ്യങ്ങൾ ചോദിച്ചു എന്നത് ഒരു വലിയൊരു വണ്ടറായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും, പക്ഷെ എന്നാൽ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ 2021 3, 22 3, 23 2 ചോദ്യങ്ങൾ, വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ജോഗ്രഫിയുടെ കാര്യത്തിലാണ് പിന്നീട് മറ്റൊരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 2020 നമ്മൾ നോക്കുമ്പോൾ വെറും 5 ചോദ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ള ജോഗ്രഫി 21 വരുമ്പോൾ 7 ചോദ്യങ്ങളാവുന്നു, 22 വരുമ്പോൾ 11 ചോദ്യങ്ങളാവുന്നു, 23 വരുമ്പോൾ 16 ചോദ്യങ്ങളിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഈ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട പാറ്റേൺ ഷിഫ്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന്, മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറയുക. അതായത് 9 2020 ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് 2023 വരുമ്പോൾ 2 ചോദ്യങ്ങളിലേക്ക് മാറുന്ന മോഡേൺ ഹിസ്റ്ററിയും, ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ 5 ചോദ്യങ്ങളിൽ മാത്രം 2022 ഉണ്ടായിരുന്ന ജോഗ്രഫിയിൽ നിന്ന് പിന്നീട് എന്താണ് നമ്മൾ കാണാൻ പറ്റുന്നത്, 16 ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന 2023 ജോഗ്രഫി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ മോഡേൺ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും തന്നെ 2 NCERTs ഉറപ്പായിട്ടും വായിക്കണം. അതായത് 8th NCERT, അതുപോലെ തന്നെ 12th തന്നെ വന്നിട്ടുള്ള ബിപിൻ ചന്ദ്രയും, അതുപോലെ തന്നെ പുതിയ NCERTയുടെ ഭാഗമായിട്ടുള്ള തീംസും നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്നാൽ രാജീവ് അഹിറിന്റെ സ്പെക്ട്രം നിങ്ങൾ വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സംശയം വരുത്താം. ബിക്കോസ് 2 മാർക്കിന് വേണ്ടിയിട്ട് 8th NCERT +2 ഓൾഡ് NCERT ആയിട്ടുള്ള ബിപിൻ ചന്ദ്രയും ന്യൂ NCERT ആയിട്ടുള്ള തീംസും അതുപോലെ തന്നെ സ്പെക്ട്രം കൂടി വായിക്കണോ? ഇതെല്ലാം വായിച്ചിട്ട് വെറും 2, 3 അല്ലെങ്കിൽ 5 താഴെയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല വരുന്നു എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാം. അതിനുള്ള ഉത്തരം ഞാൻ പറയട്ടെ. സ്പെക്ട്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ടും സ്പെക്ട്രം മാറ്റി വെക്കണം എന്നല്ല പറയുന്നത്. ഗാന്ധിയൻ മൂവ്മെന്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗാന്ധിയൻ മൂവ്മെന്റ്സിന് മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്പെക്ട്രം മാറ്റി വെക്കാം. അതുപോലെ തന്നെ സ്പെക്ട്രത്തിൽ നോക്കേണ്ട ഒത്തിരി ടോപ്പിക്സ് കൂടിയുണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ, ചാർട്ടർ ആക്ടുകളൊക്കെ നിങ്ങൾ നോക്കണം. ഓരോ ഗവർണർ ജനറലിന്റെ കീഴിലും നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് കൂടുതലും ഗാന്ധിയൻ മൂവ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു സ്വദേശി മൂവ്മെന്റിന് ശേഷമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1857 മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്പെക്ട്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ബിക്കോസ് വെറും 2 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ഇൻഫർമേഷൻ നിങ്ങൾ ഒരിക്കലും കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക്. രണ്ടാമത്തെ ടേക്ക്, നമ്മളെല്ലാവരും ജോഗ്രഫി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി കൊടുക്കാത്തൊരു ഇമ്പോർട്ടൻസ് ആണ്. 16 ചോദ്യങ്ങൾ 2023 ജോഗ്രഫിയിൽ ചോദിച്ചത് കൊണ്ട് തന്നെ ജോഗ്രഫിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 11th NCERT ആയിട്ടുള്ള ഫിസിക്കൽ ജോഗ്രഫി നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 11th NCERT മാത്രമല്ല, നമ്മൾ എന്തുകൂടി നോക്കണം, 6th, 7th, 8th, 9th, 10th, അതുപോലെ തന്നെ 12th ആയിട്ടുള്ള NCERT കൂടി നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇതേ പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 2024 നമുക്ക് വേണമെങ്കിൽ ഒരു 20ഓളം ചോദ്യങ്ങൾ തന്നെ ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ 20ഓളം ചോദ്യങ്ങൾ അത് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 2024 പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജോഗ്രഫിയിലുള്ള എല്ലാ NCERTs നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മോഡേൺ ഹിസ്റ്ററിയിലുള്ള ഇമ്പോർട്ടൻസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പെക്ട്രം, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്ന വേറെ ഏതെങ്കിലും ഒരു പുസ്തകം കൂടി നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് NCERTs മാത്രം ഒതുക്കാം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക്. അതിലുപരി പാറ്റേണിൻ്റെ കേസിൽ നമുക്കിവിടെ കാര്യമായിട്ടൊന്നും മാറ്റം പറയാനില്ല. എല്ലാ വിഷയങ്ങളിൽ നിന്നും അതത് എല്ലാ വർഷവും കണ്ടിട്ടുള്ള അതേത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് എന്തുകൊണ്ട് 2023 എല്ലാവരും പേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണ്. അതായത് പഴയ കാലത്തൊക്കെ UPSC ചോദിക്കുന്നത് വളരെ എളുപ്പമുള്ള പാറ്റേൺ ആണ്. 1 and 2 ഓൺലി, 2 and 3 ഓൺലി, 1 and 3. അതായത് അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു.
പക്ഷെ എന്നാൽ പുതിയ വന്നിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ചോദ്യമാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ടാവുന്നു, സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ടാവുന്നു. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് 4 ഓപ്ഷൻസ് UPSC ചോദിക്കും. ഇത് രണ്ടും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1ന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. സോറി, അത് മുഴുവൻ കട്ട് ചെയ്തേക്ക് കേട്ടോ. അതിൻ്റെ ചോദ്യം കാണിച്ച് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ പാറ്റേൺ ഷിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ ചോദ്യങ്ങൾ, അതായത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുന്നു, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ടാവുന്നു. ഇത് രണ്ടും കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ അറിയേണ്ട ആവശ്യമുണ്ട്. 2023 നമ്മൾ നോക്കുമ്പോൾ 19 ചോദ്യങ്ങളാണ് ഇതേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷിഫ്റ്റ് വന്നിട്ടുള്ളത്, അതായത് പെയർ ഓൺലി ചോദ്യങ്ങളാണ്. 2022 UPSC ചെറിയൊരു തുമ്പ് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് 7-8 ചോദ്യങ്ങൾ UPSC പെയർ ഓൺലി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ 2023 വരുമ്പോഴോ അറൗണ്ട് 30ഓളം ചോദ്യങ്ങളാണ് പെയർ ഓൺലി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പെയർ ഓൺലി ചോദ്യങ്ങൾ മാത്രമല്ല, ഇതിൽ ഏതൊക്കെ കറക്റ്റാണ്, ഓൺലി 1, ഓൺലി 2, ഓൾ 3, നൺ. അതായത് ഒരു ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞത് കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പിന്നീടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങൾ. സബ്ജക്ട് വൈസ് ഞാൻ പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഒരു വളരെ ഡൗൺവേർഡ് ആയിട്ടുള്ള ട്രെൻഡും ജോഗ്രഫിയിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വന്നിട്ടുള്ള ഒരു സ്റ്റീപ്പ് അപ്വേർഡ് ആയിട്ടുള്ള ട്രെൻഡുമാണ് നമുക്ക് പാറ്റേൺ ഷിഫ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് വരാം. സോ ഇതാണ് പുതിയതായിട്ടുള്ള ഒരു പാറ്റേൺ. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, മർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. അതായത് മർസൂപ്പിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൗച്ച്ഡ് ആയിട്ടുള്ള ആനിമൽസിനാണ് നമ്മൾ മർസൂപ്പിയൽസ് എന്ന് പറയുന്നത്. കങ്കാരു, കുവാള ബെയർ, അതായത് അതിൻ്റെ ഒരു പൗച്ച് ഉണ്ട്, ആ പൗച്ചിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കുട്ടികൾ ഉണ്ടാകുന്നത്. അതിനാണ് മർസൂപ്പിയൽസ് എന്ന് പറയുന്നത്. സോ അതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിൽ നാച്ചുറലി കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെയായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ മർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മോണ്ടൈൻ ഗ്രാസ്ലെൻഡ്സ് വിത്ത് നോ പ്രെഡേറ്റേഴ്സ്. അതായത് മോണ്ടൈൻ ആയിട്ടുള്ള ഗ്രാസ്ലെൻഡ്സിൽ മാത്രമേ ഇവർക്ക് താമസിക്കാൻ കഴിയൂ എന്നും അവിടെ ഒരു പ്രൊഡക്ടർ പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വളരെ റോങ് ആയിട്ടുള്ള UPSC വളരെ എളുപ്പത്തിൽ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. ബിക്കോസ് മോണ്ടൈൻ ഗ്രാസ്ലെൻഡ്സ് എന്ന് പറയുമ്പോഴെന്നാ 4000 മീറ്ററിന് മുകളിൽ വരുന്ന ഗ്രാസ്ലെൻഡ്സിലാണ് നമ്മൾ മൗണ്ടൈൻ ഗ്രാസ്ലെൻഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ കങ്കാരൂസിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഓസ്ട്രേലിയയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. മലമുകളിലാണോ നമ്മൾ ഈ കങ്കാരൂസിനെ കാണുന്നത്? ഒരിക്കലുമല്ല. ഒരു വളരെ താഴ്ന്നിട്ടുള്ള ഗ്രാസ്ലെൻഡ്സിലാണ് നമ്മൾ കങ്കാരൂസിനെ എപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ ഒരു പ്രെഡക്ടർ പോലും ഇല്ലാത്ത ഒരു ഇക്കോസിസ്റ്റം എപ്പോഴെങ്കിലും ഉണ്ടാവോ? എവിടെയെങ്കിലും ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ കങ്കാരുവിൻ്റെ പോപ്പുലേഷൻ വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കില്ല. എപ്പോഴും ഇക്കോസിസ്റ്റത്തിന് ഒരു ബാലൻസ് ഉണ്ടാവും. എപ്പോഴും വെജിറ്റേറിയൻ ആണ് ഒരു സ്പീഷി എങ്കിൽ അതിനെ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നോൺ വെജ് ആയിട്ടുള്ള ഒരു കാർണിവോറസ് ആനിമൽ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആക്കി നമുക്ക് എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആവുന്നത് കൊണ്ട് തന്നെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ന്റെ എക്സ്പ്ലനേഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് 2 എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്, പക്ഷേ എന്നാൽ സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോഴോ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. സോ ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ശരിക്കും ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് കൂടിയാണ് കേട്ടോ. പൊതുവെ ഇതിന് പുറമെയുള്ള പാറ്റേണിൽ വരുമ്പോൾ എങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്? 1 ഓൺലി, 2 ഓൺലി, ബോത്ത് 1 and 2, neither 1 nor 2. 2 സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ ഈ ഒരു പാറ്റേൺ അഥവാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ചോദ്യങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒരു ഓപ്ഷൻ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ റോങ് ആണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ചോദ്യത്തിൽ കാണുന്ന പോലെ തന്നെ
ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആവുമ്പോൾ പിന്നെ നമ്മൾ എന്ത് മാത്രമേ നോക്കണ്ടൂ? സിയും ഡിയിലെ നോക്കണ്ടൂ. അതായത് 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഉത്തരം എയോ ബിയോ ആയിരിക്കും. 2-ൽ ഏതെങ്കിലും ഒന്ന് റോങ് ആണെങ്കിൽ എന്താണ് ഉത്തരം വരിക? സിയോ ഡിയോ ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആവുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ എന്തെത്താൻ പറ്റും? ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. സോ ഈ ഒരു പാറ്റേൺ പൂർണ്ണമായിട്ടും ഒരു മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2023 അറ്റൻഡ് ചെയ്തപ്പോൾ ആ ഒരു എക്സാം ഹാളിലുള്ള പ്രഷർ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിലാണ് നമ്മൾ പലപ്പോഴും തെറ്റിച്ചുള്ളത്. പക്ഷെ എന്നാൽ ഈ ഒരു പാറ്റേണിൽ ഇപ്പം നിങ്ങളെല്ലാവരും ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേണിലേക്ക് വരുമ്പോൾ ഈ പെയർ ഓൺലി ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഹൗ മെനി ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റോ 2 സ്റ്റേറ്റ്മെന്റോ മാത്രം അറിഞ്ഞത് കൊണ്ട് നമുക്ക് കാര്യമില്ല. 3 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കിയും, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, അതറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ നമുക്ക്? ഇല്ല. ബിക്കോസ് എന്താണ്, ഓൾ 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അവിടെ കിടക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓൺലി 2ഉം ഓൾ 3ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അവിടെ കിടക്കുന്നുണ്ട്. സോ ഈ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ആണ് നമ്മൾ 2024 പ്രിലിംസും ഡിഫിക്കൽട്ട് ആക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ നടക്കുന്ന ടെസ്റ്റ് സീരീസുകളിൽ എല്ലാം കുട്ടികൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ വരുന്ന 30ഓളം ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ടുള്ളത്. സോ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒത്തിരി ലോജിക്കോ കാര്യങ്ങളൊന്നല്ല നമ്മൾ നോക്കേണ്ടത്. കണ്ടന്റ് വൈസ് തന്നെ ഇംപ്രൂവ് ആക്കുന്നത് വഴി തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഷിഫ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ റോങ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നാൽ ഈ ഒരു പാറ്റേൺ വന്നതോടുകൂടി തന്നെ എല്ലാ ഓപ്ഷനുകളെ കുറിച്ചും കൃത്യമായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടന്റ് വൈസ് തന്നെ നിങ്ങൾ എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ജക്റ്റുകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ്. നമ്മൾ മുമ്പ് തന്നെ മോഡേൺ ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ജോഗ്രഫിയിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ബാക്കി എല്ലാ സബ്ജക്ട്സിൽ വന്നിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വലിയ മാറ്റമില്ല എന്ന് നമ്മൾ പറഞ്ഞു തന്നെയാണ്. പക്ഷെ എന്നാൽ ഓരോ സബ്ജക്റ്റിലും ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ പോകാം. സബ്ജക്ട് വൈസായി ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആദ്യം ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഏൻഷ്യൻ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ആദ്യം വരാം. ഏൻഷ്യൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു രീതി 4 ടോപ്പിക്കുകളിലാണ്. ഒന്നാമത്തെ വിഷയം ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഹുണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുല്യവബയും ദ്രോണവബയും കുറിച്ച് UPSC ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ടേംസുമായിട്ട് ബന്ധപ്പെട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. 2023 നമ്മൾ നോക്കുമ്പോൾ ഇതേ ടേംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെ, അതായത് നമ്മുടെ സംഘം കാലഘട്ടത്തെ വട്ടക്കിരുത്തൽ എന്ന് പറയുന്ന ടേം തന്നെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. സോ ടേംസിന്റെ കാര്യത്തിൽ UPSC ഇവിടെ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്തൊരു പാറ്റേൺ ആണ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഏൻഷ്യന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഇവിടെ കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ ഹാവ്സ് എ ലവ് സ്റ്റോറി ഓഫ് ദി ഫൗണ്ടർ ഓഫ് ശുംഗ ഡൈനാസ്റ്റി. മാളവിക അഗ്നിമിത്രം, അതായത് അഗ്നിമിത്ര എന്ന് പറയുന്ന ശുംഗ ഡൈനാസ്റ്റിയിലെ റൂളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് തന്നെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാം. അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യയുടെയും സ്കോളേഴ്സിന്റെയും അവർ ഏത് രാജാവിന്റെ കീഴിലായിരുന്നു എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2023 തന്നെ നോക്കുമ്പോഴും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഇതേ ഏൻഷ്യന്റ് ഹിസ്റ്ററി അഥവാ ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അവിടെയും പാറ്റേണിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അടുത്തത് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ കാണുന്നതാണ് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ which one of the following ancient towns is well known for the elaborate system of water management? ഇൻഡസ് വാലി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ട്. കണ്ടശാലയെക്കുറിച്ചും കടുലയെക്കുറിച്ചും ചൗളിനെക്കുറിച്ചും ഇവർ എന്തുമായിട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ള ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സൈറ്റ് ഏതാവുന്നില്ല. ബുദ്ധൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ 4ാമത്തെ ഓപ്ഷനിൽ കാണാൻ പറ്റും. ബിൽസയെക്കുറിച്ചും ദ്വരസമുദ്രയെക്കുറിച്ചും ഗിരിനഗറിനെക്കുറിച്ചും സ്തനേശ്വരയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അശോകന്റെ സ്റ്റോൺ പോർട്രേറ്റിൽ എവിടെയാണോ അദ്ദേഹത്തിനെ രണ്യ അശോക എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേ പാറ്റേണിൽ തന്നെയാണ് 2023 എന്ത് ചോദ്യം കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്.
കോർക്കി, പോംഹൂർ, മുച്ചേരി, ഇവർ എന്താണ്, അല്ലെങ്കിൽ ഇവർ എന്ത് പോർട്ട് സിറ്റി ആണോ, ഇവർ ക്യാപിറ്റൽ സിറ്റി ആണോ, ജെയിൻ ഷ്രൈൻ ആണോ, കേവ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെ 2023 നിങ്ങൾക്ക് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ള കാണാൻ പറ്റും. വിത്ത് റെഫറൻസ് ടു ഏഷ്യൻ സൗത്ത് ഇന്ത്യ, കോർക്കൈ, പോംകൂർ, മുച്ചേരി 2023 ചോദ്യമാണ്. ക്യാപിറ്റൽ സിറ്റീസ്, പോർട്സ്, സെന്റേഴ്സ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ മേക്കിംഗ്, ഷ്രൈൻസ് ഓഫ് ജെയിൻതിങ്ക്രാസ്. മുസേരീസ് നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം. മുച്ചേരി അഥവാ മുസേരീസ് എന്ന് പറയുന്നത് കേരളം കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ പോർട്സ് ആണ്. പക്ഷേ ഇവിടെയും UPSC എന്ത് പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്? നമ്മൾ കാണുന്ന ടേംസ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ലൊക്കേഷൻസ് പോലുള്ള അതേ പാറ്റേണിൽ തന്നെയാണ് UPSC ഇവിടെയും ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏൻഷ്യൻ ഹിസ്റ്ററിയിലല്ല UPSC കൂടുതലും ചോദിക്കുന്നത്, മെഡീവൽ ഹിസ്റ്ററിയിലാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് ഇവിടെയും നമ്മുടെ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഹർഷവർദ്ധനും വരുന്നതിന് മുമ്പ് ഏതൊക്കെ എംപയർസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് UPSC ചോദിച്ചിട്ടുണ്ട്. ഋഗ്വേദിക് ആര്യൻസിനെ കുറിച്ചും ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 2023 4 ഏൻഷ്യൻ ഹിസ്റ്ററി ചോദ്യങ്ങൾ നോക്കുമ്പോഴും അതിലൊന്നും തന്നെ പാറ്റേൺ ഷിഫ്റ്റ് ആയിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ചോദ്യം ടേമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേമാണ്. ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ പോർട്ടുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ധന്യകഥക പോലുള്ള ചോദ്യങ്ങൾ, അതായത് മഹാസംഘികാസിനെ കുറിച്ച് എപ്പോഴും ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതും ലൊക്കേഷൻ ബേസ്ഡ് ചോദ്യം തന്നെയാണ്. അതും നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ഏൻഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പാറ്റേൺ ഷിഫ്റ്റും തന്നെ വന്നിട്ടില്ല. നമുക്കിനി മിഡീവൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പാറ്റേൺ വന്നിട്ടുണ്ടോ, ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കാം. സോ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴും ടേംസ് തന്നെയാണ് ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ള ഒരു തീം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ഔറംഗ്, ബനിയാൻ, മിർസദിദാർ മെഡീവൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടേം റിലേറ്റഡ് ചോദ്യം തന്നെയാണ് UPSC ചോദിച്ചിട്ടുണ്ട്. എരിപ്പട്ടി, തനിയൂർ, ഗദ്ദികാസ് ടേം റിലേറ്റഡ് ചോദ്യം തന്നെയാണ് UPSC ചോദിച്ചിട്ടുണ്ട്. മിഡീവൽ ഇന്ത്യയിൽ തന്നെ അരഗട്ട എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഹാരട്ടയും പട്ടലികയും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടേം വൈസ് ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 2023 നോക്കുമ്പോഴും മിഡീവൽ ഹിസ്റ്ററിയിലുള്ള ടേം ബേസ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഏൻഷ്യൻറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വട്ടക്കിരുത്തൽ എന്ന് പറയുന്ന ഒരു ടേം ബേസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹിസ്റ്ററി മൊത്തമായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ് നമ്മുടെ മെഡീവലിൽ നമ്മൾ കാണുന്നത്. യോഗ വസിഷ്ഠ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ബൈ നിസാമുദ്ദീൻ പാനിപ്പത്തി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്. ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് പറയട്ടെ. ഈ ഒരു ചോദ്യം NCERTയിലുള്ള ഒരു ബോക്സിൽ കൂടി കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ, ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് 7th NCERTയിൽ അക്ബറിനെ കുറിച്ച് പറയുമ്പോൾ അക്ബറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു നീല ബോക്സിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിലാണ് എന്ത് യോഗ വസിഷ്ഠ എന്നുള്ള പറയുന്ന ഒരു ചോദ്യം അക്ബറിൻ്റെ കാലഘട്ടത്താണ് മാറ്റിയിട്ടുള്ളത്. അതായത് NCERTസിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞത്. അടുത്തത് ന്യൂനിസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ട്രാവലറെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ 2023 നോക്കുമ്പോഴും ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ട് നമുക്കൊരു ചോദ്യം തന്നെ കാണാൻ പറ്റുന്നത്. ആ ചോദ്യം ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെയും UPSC ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ അമീലിനെ കുറിച്ചും ജാഗിർദാറിനെ കുറിച്ചും കൃഷ്ണദേവരായയുടെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തെക്കുറിച്ചും ജമീന്ദാറിനെ കുറിച്ചൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. ഈ പാറ്റേണിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ 2023 കാണുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിലും പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ 2023 UPSC ചോദിച്ചിട്ടുള്ള. ഏറ്റവും പ്രധാനപ്പെട്ട മിഡീവൽ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പൊളിറ്റിക്കൽ ക്രോണോളജി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. The first Mongol invasion of India happened during the reign of Jalaluddin Khilji. During the reign of Jalaluddin Khilji, one Mongol assault marched up to Delhi and besieged the city. Muhammad bin Tughlaq temporarily lost portions of northwestern of Kingdom India to Mongols. സോ മംഗോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൽഹി സൽത്തനേറ്റുമായിട്ടുള്ള ചോദ്യമായിരുന്നു. അതേ ചോദ്യം തന്നെ നമ്മൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ 2022 ചോദ്യമാണ് കേട്ടോ. അതേ ചോദ്യം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? 2021 കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഇൽത്തുമിഷ് ദാറ്റ് ജംഗിസ് ഖാൻ റീച്ച്ഡ് ദ ഇൻഡസ് ഇൻ പർസ്യൂട്ട് ഓഫ് കോർസം പ്രിൻസ്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് തൈമൂർ ഓക്യുപ്പൈഡ് മുൾത്താൻ ആൻഡ് കോസ്റ്റ് ദ ഇൻഡസ്. അതായത് 2021 ചോദിച്ചിട്ടുള്ള ഡൽഹി സൽത്തനേറ്റും അതുപോലെ തന്നെ മംഗോൾ ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ ക്രോണോളജിയും അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് 2022 നമുക്ക് കാണാൻ പറ്റുന്നത്.
സോ ഇവിടെയും UPSC പൊളിറ്റിക്കൽ ക്രോണോളജി തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്ക് മെഡീവൽ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും 2023 വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ടേം ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ക്രോണോളജി പോലുള്ള മേഖലയിൽ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. നമുക്കിനി ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ മേഖലയിലേക്ക് വരാം. ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ നോക്കുമ്പോഴും എപ്പോഴും നമ്മൾ കൂടുതൽ കാണുന്നത് റിലീജിയസ് ഫിലോസഫീസ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, ഈ 3 വിഷയങ്ങൾ തന്നെയാണ്. ഇതേ 3 വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ 2023 നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വിത്ത് റെഫറൻസ് ടു ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, കോർക്കെ, പോംപൂഹർ, മുഷീരി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വേണമെങ്കിൽ ഇത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടും എടുക്കാം, വേണമെങ്കിൽ നമുക്കിത് ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും എടുക്കാം. ഇതും ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ ക്രോണോളജി എപ്പോഴും UPSC ചോദിക്കുന്ന ഒരു വിഷയമാണ്. അതേ പൊളിറ്റിക്കൽ ക്രോണോളജി തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു 2023 ചോദ്യത്തിലും കാണാം, 2023 ചോദ്യത്തിലും നമുക്ക് കാണാം. കൺസിഡർ ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്: ഹൊയ്സല, ഗഹഡവാല, കാക്കതീയ, യാദവ. ഹൗ മെനി ഓഫ് ദി അബോവ് കിങ്ഡംസ് എസ്റ്റാബ്ലിഷ്ഡ് ദേ കിങ്ഡംസ് ഇൻ ദ ഏർലി 8th century AD? Only 1, only 2, only 3, none. നമ്മൾ മുമ്പ് വായിച്ചുള്ള ഗുപ്ത എംപയറിൻ്റെയും അതുപോലെ തന്നെ ഹർഷവർദ്ധൻ്റെ കാലഘട്ടത്തിൻ്റെയും ഇടയ്ക്ക് ഏതൊക്കെ എംപയർസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അതേ മോഡലിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ പൊളിറ്റിക്കൽ ക്രോണോളജി എപ്പോഴും UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. പാറ്റേണിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതും നമ്മുടെ 2023 അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദേവി ചന്ദ്രഗുപ്തം, ബിൽഹന, മിലിന്ദപാനു, നാഗാർജുന, നീതിവാക്യം സോമദേവപുരി. ഇവിടെയും ലിറ്റററി വർക്കിനെ കുറിച്ച് തന്നെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ അഥവാ ഏൻഷ്യൻ മിഡീവൽ ലിറ്ററേച്ചർ UPSCയുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 2023 നമുക്കിവിടെ വലിയ പാറ്റേൺ മാറ്റങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആസ് വി ഓൾറെഡി സെഡ്, ബുദ്ധിസം, ജൈനിസം UPSCയുടെ ഒരു വളരെ കോറായിട്ടുള്ള ഏരിയ ആണ്. സോ ഇവിടെ ബുദ്ധിസ്റ്റ് സ്തൂപയെക്കുറിച്ച് ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ബുദ്ധിസ്റ്റ് സ്തൂപ ആസ് ഐ ഓൾറെഡി സെഡ് ഇവിടെയും വലിയൊരു പാറ്റേൺ ഷിഫ്റ്റ്, അതായത് മ്യൂസിക്കിനെ കുറിച്ചോ കലണ്ടറിനെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല UPSC ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും അതേ പാറ്റേണിൽ തന്നെയുള്ള ബുദ്ധിസത്തെക്കുറിച്ച് തന്നെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. സോ ആസ് ഐ ഓൾറെഡി സെഡ്, ഏൻഷ്യനിലും മിഡീവലിലും സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്ന പോലെ തന്നെയാണ് ആർട്ട് ആൻഡ് കൾച്ചറിലും സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇതേ ചോദ്യം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ബുർസാഹോം ഒരു നിയോലിത്തിക് സൈറ്റ് ആണോ? ചന്ദ്രകെട്ടുകർ ഒരു കോപ്പർ സൈറ്റ് ആണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ UPSC എപ്പോഴും ചോദിക്കുന്നതാണ്. അതും ഡയറക്ട്ലി സോഴ്സ് ഫ്രം NCERTs തന്നെയാണ് കേട്ടോ. അതേ മോഡലിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശോകൻ്റെ റെന്യൂ അശോക എവിടുന്ന് കാണുന്നു, അതും ഒരു സൈറ്റ് ചോദ്യമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ദൊളവീര എന്ന് പറയുന്ന ഇലാബറേറ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് UPSC ചോദിച്ചു. അതും ഒരു ഏൻഷ്യൻ അഥവാ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ചോദ്യം തന്നെയാണ്. അതേ മോഡലിൽ തന്നെ ഒരു സൈറ്റ് ചോദ്യം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബെസ്നഗർ ഷൈവൈറ്റ് കേവ് ഷ്രൈൻ, ബാജ ബുദ്ധിസ്റ്റ് കേവ് ഷ്രൈൻ, സിത്തനവസൽ ജെയിൻ കേവ് ഷ്രൈൻ. ഇതും ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൈറ്റ്സ് റിലേറ്റഡ് ചോദ്യമാണ്, ലൊക്കേഷൻ റിലേറ്റഡ് ചോദ്യമാണ്. ഇവിടെയും UPSC കാര്യമായിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. ആസ് ഐ ഓൾറെഡി സെഡ്, ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, ലൊക്കേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ഇവിടെയും ബുദ്ധിസ്റ്റ് ഫിലോസഫീസും ലൊക്കേഷനും കൂട്ടിക്കുഴച്ചുകൊണ്ട് ധന്യഗതക എന്ന് പറയുന്ന റീജിയൻ, മഹാസംഗിയാസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ധന്യഗതിക എന്ന് പറയുന്ന റീജിയൻ ഏത് സ്ഥലത്താണ്? ആന്ധ്രയും ഗാന്ധാരയും കലിംഗയും മഗധയും. ഇതിൻ്റെ ഉത്തരം ആന്ധ്ര തന്നെയാണ്. ഇവിടെയും UPSC എന്താണ് ലൊക്കേഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നോക്കുമ്പോൾ വട്ടക്കിരുത്തൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇവിടെയും ടേം ബേസ്ഡ് റിലേഷൻ ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. റിലീജിയസ് ഫിലോസഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് ജൈനിസം. ജൈനിസത്തിൽ തന്നെ വൺ ഓഫ് ദ കോർ കോൺസെപ്റ്റ്സ് ആണ് തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും എല്ലാം തന്നെ സോൾ അഥവാ ആത്മാവുണ്ട് എന്ന് പറയുന്നത്. അതേ ചോദ്യം തന്നെയാണ് UPSC ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, ബുദ്ധിസ്റ്റ് ജൈനിസം ഫിലോസഫീസ് ഈ പാറ്റേണിൽ നിന്ന് പുറത്ത് പോവാതെ തന്നെയാണ് 2023 UPSC ഏൻഷ്യൻ മെഡീവൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളത്. സോ ഒരു പാറ്റേൺ ഷിഫ്റ്റും വന്നിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ പറ്റും. നൗ മൂവിങ് ഓൺ ടു മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 2 ചോദ്യങ്ങൾ മാത്രമേ 2023 വന്നിട്ടുള്ളൂ. ആ 2 ചോദ്യത്തിലും എന്തെങ്കിലും കാര്യമായിട്ട് ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനമായി മോഡേൺ ഇന്ത്യയിൽ എപ്പോഴും ചോദിക്കുന്നത് ബ്രിട്ടീഷ് പോളിസീസ് ആണ്. ബ്രിട്ടീഷ് പോളിസീസ് എന്ന് പറയുമ്പോൾ
റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 തൊട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 വരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതിനുശേഷം ഗാന്ധിയൻ മൂവ്മെൻറ്റുകൾ വരാറുണ്ട്, ലൊക്കേഷൻസ് വരാറുണ്ട്. ഇത് തന്നെയാണ് എപ്പോഴും പ്രോമിനൻ്റ് ആയി നിൽക്കുന്നത്. 2023 വരുമ്പോഴും ആ രണ്ട് ചോദ്യങ്ങളും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന 2022 ചോദ്യമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളെ കുറിച്ചിട്ടും 1919 ആക്ടിനെ കുറിച്ചാണ് UPSC ചോദിച്ചിട്ടുള്ളത്. ഇതേ മോഡലിൽ തന്നെയാണ് ഇതും 2022 തന്നെയുള്ള ചോദ്യമായിരുന്നു. 1919 ആക്ടിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ട്രാൻസ്ഫേർഡും റിസർവ്ഡും ആയിട്ടുള്ളത് എന്നായിരുന്നു ചോദ്യം, അല്ലെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു. റിസർവ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസോ ലോക്കൽസ് ഓഫ് ഗവൺമെൻറ്റോ ലാൻഡ് റവന്യൂ പോലീസോ ഇതിലേതായിരുന്നു റിസർവ്ഡ് ലിസ്റ്റിൽ വരുന്നത് എന്നായിരുന്നു ചോദ്യം. സോ ഇവിടെ നോക്കുമ്പോഴും 1919 ആക്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ മോഡലിൽ തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, 2023 തന്നെയുള്ള UPSC ചോദ്യം നിങ്ങൾക്ക് കാണാൻ വരുന്നത്. So by which one of the following acts was the Governor General of Bengal designated as the Governor General of India? ഏത് ആക്ട് വഴിയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറ്റിയിട്ടുള്ളത്? വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, വില്യം ബെന്റഡിക്കാണ് ഇന്ത്യയിലുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ. സോ വില്യം ബെന്റഡിക്കിൻ്റെ കാലഘട്ടം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. സോ ഇവിടെയും ഉത്തരം ചാർട്ടർ ആക്ട് ഓഫ് 1833 തന്നെയാണ്. പറയാൻ വന്നിട്ടുള്ള കാര്യം, UPSC ഇവിടെയും പാറ്റേണിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഗുലേറ്റിംഗ് ആക്ടും ചാർട്ടർ ആക്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളും തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും അതേ പാറ്റേൺ തന്നെയാണ് UPSC ഫോളോ ചെയ്തിട്ടുള്ളത്. മോഡേൺ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറിയൊരു പാറ്റേൺ മാറ്റം വന്നു എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ UPSC അധികം ഫോക്കസ് ചെയ്യാത്ത ഏരിയാസ് ആണ് പോർച്ചുഗീസും അതുപോലെ തന്നെ ഡച്ചും ഫ്രഞ്ചും പോലുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നാൽ അവരെക്കുറിച്ച് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നല്ല, അവരുടെ ലൊക്കേഷൻസിനെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ 2023 ചോദിച്ചത് ഏത് രാജാവിനെയാണ് അൽഫോൺസ് ഡി ആൽബർക്യൂക്ക് എന്ന് പറയുന്ന പോർച്ചുഗീസ് വൈസ്രോയ് തോൽപ്പിച്ചു എന്നാണ്. അതിൽ ബിജാപ്പൂരിൻ്റെ സുൽത്താൻ തന്നെയായിരുന്നു ഉത്തരം. സോ ആ ഒരു വ്യത്യാസം മാത്രമാണ് മോഡേൺ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ മോഡേൺ ഹിസ്റ്ററിയിൽ രണ്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ട് മാത്രം തന്നെ അത് വലിയൊരു പാറ്റേൺ ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സോ നമ്മൾ ഹിസ്റ്ററി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നോക്കുമ്പോഴും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഞാൻ മൂവിങ് ഓൺ ടു എൻവയോൺമെൻറ്റ്. ഇവിടെ എല്ലാം ഞാൻ പോകുന്നില്ല കേട്ടോ. എക്കോണമിയുടെ കാര്യത്തിലാണെങ്കിലും SNTയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി മിക്ക വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും UPSC പാറ്റേൺ ഒന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. എൻവയോൺമെൻറ്റ് കേസ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പാറ്റേൺ ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നില്ല, പാറ്റേൺ കുറച്ചും കൂടി മുഴച്ചു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, സ്പീഷീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ നമ്മൾ എല്ലാ വർഷവും കാണുന്നത് വെറും 2-3 സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ എന്നാൽ 2023 നമ്മൾ നോക്കുമ്പോൾ 6 ചോദ്യങ്ങളാണ് നമുക്ക് സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൺസിഡർ ദ ഫോളോയിങ് ഫ്ലോണ: ലൈൻ കിൽ മക്കാക്ക്, മലബാർ സൈവറ്റ്, സാമ്പാ ഡിയർ. ഇതിൽ ഏതാണ് നൊക്ടേണൽ ആയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം. സ്പീഷീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും which one of the following organisms perform waggle dance for others for their kin to intimidate the direction and the distance as a source of food. ഇതിൽ ഏത് സ്പീഷിയാണ് അവിടെ ഭക്ഷണമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇതും സ്പീഷീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സ്ക്വയറൽസ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യൻ സ്ക്വയറൽസ്. സ്ക്വയറൽസിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. സ്പീഷീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following makes a tool with the stick to scrape insects from a hole in a tree or a logwood? ഏത് സ്പീഷിയാണ് മരം എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ച് അതിൻ്റെ ഇൻസെക്ട്സിനെ തിന്നാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതും സ്പീഷീസ് റിലേറ്റഡ് ചോദ്യം തന്നെയാണ്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 2018 UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ UPSC എന്ത് ചെയ്തിട്ടുണ്ട്? 2018 UPSC ചോദിച്ചിട്ടുള്ള, അതായത് നമ്മുടെ സം സ്പീഷീസ് ഓഫ് ടേർട്ടിൽസ് ആർ ഹെർബിവോറസ്, സം സ്പീഷീസ് ഓഫ് ഫിഷസ് ആർ ഹെർബിവോറസ്, ഇങ്ങനെ സം സ്പീഷീസ് അഥവാ സമ്മ വെച്ച് തുടങ്ങുന്ന ഒരു ചോദ്യം പാറ്റേണിൻ്റെ തന്നെ അതേ റെപ്ലിക്കേഷൻ ആയിട്ടാണ് UPSC 2023 എന്ത് ചോദിച്ചിട്ടുള്ളത്? 4 മഷ്റൂമുകളെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും പാറ്റേണിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു ഫ്ലോറയെ കുറിച്ച് തന്നെയാണ് UPSC വീണ്ടും ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി എൻവയോൺമെൻറ്റ് ചോദ്യങ്ങൾ സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.
അതൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. അതുമാത്രമേ എൻവയൺമെൻ്റലി നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എപ്പോഴും ചോദിക്കുന്ന രീതിയിലുള്ള പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും എൻവയൺമെൻറ്റ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സും ട്രീറ്റീസുമായിട്ടും ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സോ എൻവയൺമെൻറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെയില്ല. നെക്സ്റ്റ് വൺ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇൻ്റർനാഷണൽ റിലേഷൻസ് നോക്കുമ്പോൾ എപ്പോഴും UPSC ചോദിക്കുന്ന ഒരു ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റീജിയൻസ് തന്നെയാണ്. അതായത് എവിടേക്കാണോ ഭൂമിയിൽ ഇഷ്യൂ ഉണ്ടാകുന്നത് അതുമായി ആ രാജ്യവുമായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണോ, ആ രാജ്യങ്ങളുമായിട്ട് അത് ലാൻഡ് ലോക്ക്ഡ് ആണോ, അവർക്ക് ഏതെങ്കിലും ഓഷ്യനോ കടലുമായിട്ട് ബന്ധം വരുന്നുണ്ടോ, അതിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സിറ്റീസിലൊക്കെയാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. പിന്നെ റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. പുതിയ വന്നിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻസ്, ഇപ്പോൾ സാർക്ക്, ASEAN, RECP ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് UPSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ 2023 വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെയും ഏതൊക്കെ രാജ്യങ്ങളാണ് ഉക്രൈനുമായിട്ട് ലാൻഡ് ബൗണ്ടർ ആയിട്ടുള്ളത്? ബൾഗേറിയ, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, ലാറ്റ്വിയ, ലിത്വേനിയ, റൊമേനിയ. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ബിക്കോസ് ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈനെ കീഴടക്കിയിട്ടുള്ളത് തന്നെയാണ്. കീഴടക്കുക എന്ന് പറയുമ്പോൾ ആക്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഉക്രൈനുമായിട്ട് ബൗണ്ടറി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നിസ്സംശയം അറിയണമായിരുന്നു. അത് തന്നെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. എപ്പോഴുമുള്ള സിമിലർ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് UPSC ഇവിടെയും ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, UPSC മുമ്പ് സുഡാനും യമനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഏത് രണ്ടോ ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം സിവിൽ വാറും സ്ട്രൈഫും ഉണ്ടാവുന്നത്? അതേ പാറ്റേണിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഫുഡ് ഷോർട്ടേജും റീസെൻറ്റ് പാസ്റ്റ് ഫെമൈനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രാജ്യമാണ് എന്നുള്ളത് ഇവിടെയും സൊമാലിയ തന്നെയായിരുന്നു ഇതിൻ്റെ ഉത്തരം. ആസ് ഐ ഓൾറെഡി സെഡ്, റീജിയൻസ് ഇൻ ന്യൂസ്, അതായത് എവിടെയെങ്കിലും ബോംബ് പൊട്ടുന്നു, എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, ഏതെങ്കിലും ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു, ഇതൊക്കെ UPSCയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ഏരിയാസ് ആണ്. അതേ മോഡലിൽ തന്നെ പല ചോദ്യങ്ങൾ മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെ 2023 രണ്ട് ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റീജിയൻ മെൻഷൻഡ് ഇൻ ന്യൂസും റീജിയനും. നോർത്ത് കിബു, ഇറ്റൂറി, വാർ ബിറ്റ്വീൻ അർമേനിയ, അസർബൈജാൻ. നിങ്ങൾക്കറിയാം അത് നഗോർണോ കാർബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. നഗോർണോ കാർബാക്ക് അർമേനിയ അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇൻസർജൻസി ഇൻ മൊസാംബിക് അല്ല എന്ന് നിങ്ങൾക്കറിയാം. സോ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. കേഴ്സണും സപ്പോർഫിഷ്യയും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അറിയാം. ഇത് രണ്ടും ഉക്രൈനിലെ സ്ഥലങ്ങളാണ്. സോ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇസ്രയേലും ആൻഡ് ലബനൻ അല്ല എന്ന് നിങ്ങൾക്കറിയാം. സോ ഉത്തരം നണ്ണ് തന്നെയാണ്. മൂന്നും റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ഒരേ പാറ്റേണിൽ തന്നെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതായത് ഇഷ്യൂ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണോ അത് ഏത് രാജ്യത്തിലാണുള്ളത്. അതായത് ഡോൺബാസ് നമുക്കറിയാം സിറിയയിലല്ല, ഉക്രൈനിൽ തന്നെയാണ് വരുന്നത്. കാച്ചിൻ മ്യാൻമറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ടിഗ്രേ ഇത്യോപ്യയിലാണ് വരുന്നത്, നോർത്ത് യമനിലല്ല വരുന്നത്. അതുകൊണ്ട് ഇവിടെയും ഓപ്ഷൻ നൺ അഥവാ ഡി തന്നെയാണ് വന്നിട്ടുള്ളത്. സോ 2023 നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എപ്പോഴും UPSC ചോദിക്കുന്ന അതേ മേഖലയിൽ തന്നെ മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. സോ ആസ് ഓൾ ടുഗെദർ നമ്മൾ നോക്കുമ്പോൾ എക്കണോമി, പൊളിറ്റി ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും പൊളിറ്റിയിലും എക്കണോമിയിലും നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. മാറ്റം വന്നിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 വന്നിട്ടുള്ളത് മാറ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ മാത്രമാണ്. 2 പാറ്റേൺ ഷിഫ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് റിസർഷൻ ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പെയർ ഓൺലി ചോദ്യങ്ങളും. ഇവിടെ നമ്മൾ പേടിക്കേണ്ടത് പെയർ ഓൺലി ചോദ്യങ്ങൾ മാത്രമാണ്. ബിക്കോസ് ഓരോ ഓപ്ഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ല, എല്ലാത്തിലും കൃത്യമായിട്ടുള്ള നോളജ് ആവശ്യമുണ്ട്. പക്ഷേ എന്നാലും പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ബിക്കോസ് എന്താ, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിരിക്കും. എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കട്ട് ഓഫ് താഴ്ന്ന് പോവുക മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമായിരിക്കും ഡിഫിക്കൽട്ട് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. തുല്യ ഡിഫിക്കൽട്ടി മാത്രമല്ലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് റിസർഷൻ ചോദ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. ബിക്കോസ് എന്താ, ഒരു ഓപ്ഷൻ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ സി ആണോ ഡി ആണോ എന്നുത്തരം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. സോ അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് എടുക്കാം. പിന്നീട് വന്നിട്ടുള്ള മാറ്റം മോഡേൺ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും വന്നിട്ടുള്ളതാണ്. മോഡേൺ ഹിസ്റ്ററിയിൽ ഇനി ഒത്തിരി വായിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കണ്ട എന്ന് ഞാൻ പറയില്ല, വായിക്കുക തന്നെ ചെയ്യാം. പക്ഷേ എന്താണ്, കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് പാറ്റേൺ കുറഞ്ഞാണല്ലോ വരുന്നത്. അതുകൊണ്ട് പഴയ പോലെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സ്പെക്ട്രം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ സെലക്റ്റീവായിട്ട് മാത്രം വായിക്കാം. അല്ലാത്ത പക്ഷം
സ്പെക്ട്രം മുഴുവൻ ബുക്കും വായിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗാന്ധി, നമ്മുടെ ചാർട്ടർ ആക്ട് പോലുള്ള ആക്ടുകൾ, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസ് മാത്രമേ വായിക്കേണ്ട ആവശ്യമുള്ളൂ. ജോഗ്രഫിയുടെ കേസിൽ 7, 9, 10, 16 ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെ +1 NCERTയും ബാക്കിയുള്ള NCERTസും നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാറ്റേൺ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് 2024 നമുക്ക് എന്തൊക്കെ ടേക്ക് ഓവർ ചെയ്യാം എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ I hope you enjoyed the session. Thank you.